ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന 7th ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് ടോപ്പിക്സുമാണ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അതായത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ഏരിയയിലും നല്ലപോലെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. +2 കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല, മാത്രമല്ല വളരെ വലിയൊരു ചാപ്റ്ററാണ് പി ബ്ലോക്ക് എലമെൻറ്റ്. ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നതും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നമ്മൾക്ക് ഈ 6 ടോപ്പിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിലും ഏതൊക്കെ ടോപ്പിക്സ് എന്ന് നോക്കാം. അമോണിയ, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഈ മൂന്നും ഞാൻ ഈ ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിൻ്റെ ഈ മാനുഫാക്ചറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് ഡയറക്റ്റായിട്ട് ചോദിക്കും. അതിനുശേഷമുള്ള ഫോസ്ഫറസ് ഹാലൈഡ്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, പിന്നെ സെനോൺ ഹാലൈഡ്സ്, ഈ മൂന്നെണ്ണത്തിൻ്റെയും പ്രിപ്പറേഷനും കുറച്ച് സ്ട്രക്ചറും മറ്റു കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നമ്മൾക്ക് ഈ ഓരോ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് അമോണിയയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അമോണിയയിൽ ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഇത്രയും കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അമോണിയ നമുക്കറിയാം NH3 ആണ് മോളിക്കുലർ ഫോർമുല. ആദ്യം നമ്മൾ പഠിക്കുന്നത് അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. ലബോറട്ടറി പ്രിപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ അളവിൽ എങ്ങനെ അമോണിയ പ്രിപ്പയർ ചെയ്യാം എന്നതാണ്. ലാബിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെ അമോണിയ പ്രിപ്പയർ ചെയ്യാം? അമോണിയത്തിൻ്റെ ഒരു സാൾട്ട് എടുക്കുക. അമോണിയ ഉള്ള ഒരു സാൾട്ട് എടുക്കുന്നു, അമോണിയത്തിൻ്റെ സാൾട്ട് എടുക്കുന്നു. അതിൽ ഒരു ബേസ് ചേർത്ത് ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അമോണിയ കിട്ടും. ഇത് നിങ്ങൾക്കറിയാം. ഇത് പഠിക്കാതെ തന്നെ ഈ കാര്യം നിങ്ങൾക്കറിയാം. കാരണം സാൾട്ട് അനാലിസിസ് എല്ലാവരും ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ അമോണിയത്തിൻ്റെ കൺഫർമേറ്ററിൽ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നെസ്ലേസ് റിയേജൻറ്റ് ചേർക്കുന്ന കാര്യം. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. സാൾട്ട് സൊല്യൂഷനിൽ NaOH ചേർത്ത് ഹീറ്റ് ചെയ്യാം, സ്മെല്ല് നോട്ട് ചെയ്യുക. പഞ്ചൻ സ്മെല്ലാണ് വരുന്നതെങ്കിൽ അമോണിയയുടെ പ്രസൻസ് അവിടെ പറയാം. ഓക്കെ, അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അമോണിയത്തിൻ്റെ സാൾട്ട് എടുക്കുന്നു. അമോണിയത്തിൻ്റെ സാൾട്ട് NH4Cl, ഒരു എക്സാമ്പിളാണ് NH4Cl, അമോണിയ ക്ലോറൈഡ്, അമോണിയ സൾഫേറ്റ്. ഇത് തന്നെ ആവണമെന്നില്ല ലാബിൽ. അമോണിയ കാർബണേറ്റ് ഉണ്ട്, അമോണിയ അസറ്റേറ്റ് ഉണ്ട്, അമോണിയ നൈട്രേറ്റ് ഉണ്ട്. ഇങ്ങനെ അമോണിയ വരുന്ന ഏതും അമോണിയത്തിൻ്റെ സാൾട്ടാണ്. അതിൽ ഏതെങ്കിലും ഒരു ബേസ് ചേർക്കാം. NaOH, KOH, കാൽസ്യം ഹൈഡ്രോക്സൈഡോ ഏതെങ്കിലും OH വരുന്ന ആൾക്കാർ ചേർക്കാം. അപ്പോൾ നമുക്ക് റിയാക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അമോണിയ ഉണ്ട്, ഇതിൽ OH ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന റിയാക്ഷൻ എക്സാമിന് പെട്ടെന്ന് തന്നാൽ ബാക്കിയുള്ള പ്രൊഡക്റ്റ് എഴുതാൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ പ്രൊഡക്റ്റ് വളരെ ഈസി നമ്മൾക്ക് എഴുതാവുന്നതാണ്. കാരണം അമോണിയത്തിൻ്റെ സാൾട്ടിൽ ഒരു ബേസ് ചേർത്ത് ചൂടാക്കിയാൽ പഞ്ചൻ സ്മെല്ല് വരും. അപ്പോൾ അവിടെ ആര് വന്നു? അമോണിയ വന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് എന്താണ്? അമോണിയാണ്. ഇതിൽ എത്ര അമോണിയ ഉണ്ട്? ഒരു അമോണിയ. ഇതിൽ എത്ര അമോണിയ ഉണ്ട്? 2 എണ്ണം. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ പ്രൊഡക്റ്റ് എത്ര വരുന്നുണ്ടായിരിക്കും? ഈ റിയാക്ഷനിൽ ഒരു അമോണിയമാണുള്ളത്. NH4+ നിന്ന് NH3 പുറത്തോട്ട് വന്നു. ഉറപ്പായും അമോണിയ പുറത്തോട്ട് വരുന്നുള്ള കാര്യം അറിയാം. പിന്നെ ഈ NH4+ നിന്ന് NH3 വന്നു. ബാക്കി ആരുണ്ട്? ഒരു H+ അവിടെ ബാക്കിയുണ്ട്. ഇതിലെ H+ഉം ഇതിലെ OH- കൂടെ ചേർന്നാൽ എന്തായി? വാട്ടറായി. അതായത് നമ്മൾ ചേർക്കുന്ന എല്ലാത്തിലും അമോണിയ ഉണ്ട്, നമ്മൾ ചേർക്കുന്ന എല്ലാത്തിലും OH ഉണ്ട്. ഇവനും കൂടെ ചേർന്നാൽ 2 കാര്യം ഉറപ്പായിട്ടും കിട്ടും. ഏതൊക്കെയാണ്? അമോണിയും വാട്ടറും. എല്ലാ റിയാക്ഷനിലും അമോണിയും വാട്ടറും കൂടെ കിട്ടും. ഇനി ഒരാളെയും കൂടെ നമുക്ക് വേണം. കാരണം ഇവിടെ ഇനി ഒരു Cl-ഉം ഇവിടെ ഒരു K-യും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഒരു സാൾട്ടാണ് കിട്ടുക. KCl ആണ് നമുക്ക് കിട്ടുക. അതുപോലെ രണ്ടാമത്തിലൊന്ന് ട്രൈ ചെയ്ത്. ഇതിൽ NH4 twice SO4 ആണ്. ഇവിടെ എത്ര NH4 ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര അമോണിയ കിട്ടും? 2 എണ്ണം കിട്ടുന്നതായിരിക്കും അല്ലേ? 2NH3. പിന്നെ ഇവിടെ 2 H+ ബാക്കിയുണ്ട്. ഇവിടെ 2 OH- ഉണ്ട്. അവർ തമ്മിൽ ചേർന്നാൽ എന്തായാലും വാട്ടർ കിട്ടും. എത്ര വാട്ടർ കിട്ടും? 2H2O പ്ലസ് ബാക്കി നിൽക്കുന്ന ആൾക്കാരെ വെച്ച് ചേർത്ത് എഴുതാം. CaSO4, കാൽസ്യം സൾഫേറ്റ്. പറഞ്ഞില്ലേ അമോണിയ വാട്ടറും ഉറപ്പായും കിട്ടുന്ന കാര്യങ്ങളാണെന്ന്. ഇതിലും NH4 twice ആണ്. അപ്പോൾ എത്ര അമോണിയ കിട്ടുന്നുണ്ടായിരിക്കും? 2 അമോണിയ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? 2NH3 പ്ലസ് ഇവിടെ 2 OH ഉണ്ട്, ഇവിടെ 2 H+ ബാക്കിയുണ്ട്. അപ്പോൾ 2H2O പ്ലസ് ബാക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് സൾഫേറ്റും 2 സോഡിയം ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? Na2SO4 സോഡിയം സൾഫേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അമോണിയത്തിൻ്റെ സാൾട്ടിന് ഒരു ബേസ് ചേർത്ത് ചൂടാക്കിയാൽ നമുക്ക് കിട്ടുന്നത് അമോണിയ കിട്ടും, വാട്ടർ കിട്ടും, ബാക്കിയുള്ള ഒരു സാൾട്ടും കൂടെ കിട്ടും. അത് ഏതാണെന്ന് റിയാക്ഷൻ നോക്കി വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ലാബിലും കൂടെ ചെയ്യുന്നതാണെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏത് ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്നത് പോലും തോന്നി എന്ന് വരില്ല, പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ തന്നെ. ഇനി ഈ അമോണിയയുടെ 1-2 പ്രോപ്പർട്ടീസ് പറയാനുണ്ട്, സ്ട്രക്ചർ പറയാനുണ്ട്, അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ കൂടെ പറയാനുണ്ട്. അതോടെ കഴിയും. നമ്മൾക്ക് ആദ്യം അമോണിയയുടെ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നോക്കാം. നമുക്കൊരു പ്രോപ്പർട്ടി അറിഞ്ഞു, പഞ്ചർ സ്മെൽ. കളർലെസ് ഗ്യാസ് വിത്ത് പഞ്ചർ സ്മെൽ. അമോണിയ എന്ന് പറഞ്ഞാൽ കളർലെസ് ഗ്യാസ് ആണ്, അതിന് നമുക്ക് കാണാൻ സാധിക്കില്ല, പഞ്ചർ സ്മെല്ലാണ്. സാർ പിന്നെ എങ്ങനെയാണ് സാർ നമുക്ക് അമോണിയ വന്നു എന്ന് മനസ്സിലാക്കുക? സ്മെല്ല് വെച്ചിട്ടാണ് മനസ്സിലാക്കുക. പഞ്ചൻ സ്മെൽ എന്ന് പറഞ്ഞാൽ ഒരു രൂക്ഷഗന്ധമാണ്. മൂക്കിലോട്ട് അടിച്ച് കയറിയ ചിലപ്പോൾ മയങ്ങി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു ഗ്യാസാണ് അമോണിയ. അമോണിയ നിങ്ങൾ ലാബിൽ സ്മെല്ല് ചെയ്യേണ്ടത് ഇതിലിപ്പോൾ അമോണിയ ഗ്യാസ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അതായത് സാൾട്ട് സൊല്യൂഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബേസ് ചേർത്ത് ചൂടാക്കിയിട്ട് പഞ്ചൻ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഇങ്ങനെയല്ല.
ഇങ്ങനെ മൂക്കിലോട്ട് വലിച്ചു കയറ്റി കഴിഞ്ഞാൽ അമോണിയ മൂക്കിലോട്ട് കയറി മയങ്ങി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. മൂക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ ലാബിലുള്ള പല കാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അങ്ങനെയല്ല സ്മെല്ല് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ അമോണിയ വരുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ചുമ്മാ ആക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഗ്യാസ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് പഞ്ചർ സ്മെല്ലാണോ എന്നുള്ള കാര്യം. കാരണം ഒരു രൂക്ഷഗന്ധമാണ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഹൈലി സോല്യൂബിൾ ആണ് അമോണിയ. അതായത് ഒരു 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 കോമ്പൗണ്ട് വാട്ടറിൽ ഹൈലി സോല്യൂബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാവോ? ആ കോമ്പൗണ്ട് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു എന്നതാണ്. ഈ അമോണിയ വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഏതിനിടയ്ക്കൊക്കെ വരുന്നതാണ് ഹൈഡ്രജൻ ബോണ്ട്? ഹൈഡ്രജനും ഒരു മോളിക്യൂളിലെ ഹൈഡ്രജനും വേറൊരു മോളിക്യൂളിലെ ഫ്ലൂറിനും, ഒരു മോളിക്യൂളിലെ ഹൈഡ്രജനും വേറൊരു മോളിക്യൂളിലെ ഓക്സിജനും, ഒരു മോളിക്യൂളിലെ ഹൈഡ്രജനും മറ്റൊരു മോളിക്യൂളിലെ നൈട്രജനും. ഈ 3 ആൾക്കാർക്ക് മാത്രം. ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഫ്ലൂറിനും, ഹൈഡ്രജനും ഓക്സിജനും, ഹൈഡ്രജനും നൈട്രജനും. ഈ 3 ആൾക്കാർ മാത്രം. ഫോൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. FON, ഫോൺ. ഹൈഡ്രജനും ഫ്ലൂറിനും, ഹൈഡ്രജനും ഓക്സിജനും, ഹൈഡ്രജൻ നൈട്രജനും. ഇവർക്കിടയിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് വരുള്ളൂ. അപ്പോൾ വാട്ടറിനകത്ത് O ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അമോണിയയിൽ ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അപ്പോൾ അമോണിയയിലെ നൈട്രജനും വാട്ടറിലെ ഹൈഡ്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാം. വാട്ടറിനകത്തുള്ള ഓക്സിജനും അമോണിയയിലെ ഹൈഡ്രജൻ തമ്മിലും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടാങ്ക് നിറച്ചും, അതായത് ഒരു കണ്ടെയ്നർ നിറച്ച് അമോണിയ പോവുകയാണെന്ന് വിചാരിക്കാം. അമോണിയ നിറച്ച കണ്ടെയ്നർ പോവുകയാണെന്ന് വിചാരിക്കുക. ആ കണ്ടെയ്നർ ഇടയിൽ വെച്ച് പൊട്ടി ലീക്കായി എങ്കിൽ അതിൽ നിന്നും ഒരുപാട് അമോണിയ അറ്റ്മോസ്ഫിയറിലോട്ട് സ്പ്രെഡ് ആവും അല്ലേ? അവിടെയെല്ലാം ഒരുപാട് ആൾക്കാരും കൂടി ഉണ്ടെങ്കിലോ, അത്രയും ആൾക്കാർ ആ NH3 ഇൻഹെയിൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും മയങ്ങി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമോണിയക്ക് ഡെൻസിറ്റി വളരെ കുറവാണ്. ഈ സമയങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ ഫോൺ ചെയ്യും. ഫയർഫോഴ്സുകാർ വന്നാൽ ചെയ്യുന്ന കാര്യം, ആ ടാങ്കിന് ചുറ്റുമായിട്ട് വാട്ടർ നല്ലപോലെ സ്പ്രേ ചെയ്യും. എന്താ സംഭവിക്കുക? അറ്റ്മോസ്ഫിയറിലുള്ള അത്രയും അമോണിയ ഈ വാട്ടറുമായിട്ട് പെട്ടെന്ന് തന്നെ സോല്യൂബിളായി താഴത്തെ ലിക്വിഡായിട്ട് വന്ന് കിടക്കും. ഈ അമോണിയയും വാട്ടറും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയേ? NH4OH ആണ്. അമോണിയം വാട്ടറും കൂടെ ചേർന്നാൽ കിട്ടുന്നത് NH4OH ആണ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നിലത്ത് കിടക്കുന്നതെല്ലാം എന്തായിരിക്കും? അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് ലാബിൽ അമോണിയ നല്ലപോലെ മൂക്കിലോട്ട് വലിച്ചു കയറ്റിയെങ്കിൽ, ഭയങ്കര ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ടവൽ ചെറുതായിട്ടൊന്ന് നനയ്ക്കുക. ടവൽ നനച്ചതിന് ശേഷം മൂക്കിൽ ചെറുതായിട്ട് ഒന്ന് വെക്കുക. അപ്പോൾ ടവലിനകത്തുള്ള വാട്ടറും നിങ്ങളുടെ മൂക്കിനകത്തോട്ട് പോയി അമോണിയം കൂടെ ചേർന്ന് NH4OH ആയിട്ട് ആ ടവലിലൂടെ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വളരെ കുറവായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ നല്ലപോലെ അമോണിയ വലിച്ചെടുത്താൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ട് സാധിക്കും. അമോണിയ വാട്ടറുമായിട്ട് ചേരുമ്പോൾ NH4+OH-, അങ്ങനെയാണല്ലോ NH4OH ഉണ്ടാവുന്നത്. നോക്കിയേ, അമോണിയക്ക് എന്ത് മാറ്റം വന്നു? NH4+ ആയിട്ട് മാറിയില്ലേ? അമോണിയ എന്ത് ചെയ്തു? ആ H+നെ അക്സെപ്റ്റ് ചെയ്തു. H+നെ വാങ്ങിച്ചാൽ അതൊരു ബേസ് അല്ലേ? അപ്പോൾ അമോണിയ ഒരു വീക്ക് ബേസ് ആണ്. ഓക്കെ, OH- റിബറേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് നമ്മൾക്ക് പറയാം. ഈ രീതിക്കും പറയാം, അമോണിയ ഒരു വീക്ക് ബേസ് ആണ്, ഓർത്ത് വെച്ചോളൂ. ഇനി അമോണിയത്തിൻ്റെ സ്ട്രക്ചർ NH3, അമോണിയയുടെ സ്ട്രക്ചർ കേട്ടോ. NH3 ഈ ലോൺ പെയറുള്ള കാര്യം നമ്മൾക്കറിയാം. നൈട്രജൻ്റെ വാലൻസി 5 ആണ്. അതിൽ 3 ഇലക്ട്രോൺ മാത്രം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. ഈ സ്ട്രക്ചറിനെ പറയുന്നതാണ് ട്രയഗണൽ പിരമിഡൽ. ട്രൈപോഡ് നമ്മൾ വെക്കില്ല, അതുപോലെ തന്നെ ക്യാമറ വെക്കുന്നതിൻ്റെ സ്ഥാനത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനാണ്. ഇതിൻ്റെ ബോണ്ട് ലെങ്തോ ബോണ്ട് ആംഗിളോ അറിഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. സ്ട്രക്ചർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം, ജോമെട്രി ഏതാണെന്ന് എഴുതാൻ അറിഞ്ഞിരിക്കണം, ഹൈബ്രിഡൈസേഷനും അറിഞ്ഞിരിക്കണം. sp3 എങ്ങനെയാണ് sp3 വരിക? ഒരു എക്സെപ്ഷണൽ കേസാണിത്. നൈട്രജനും 3 ഹൈഡ്രജനും വരികയാണെങ്കിൽ 3 ബോണ്ട് ഉണ്ട്, 1 2 3 3 ബോണ്ട് വരികയാണെങ്കിൽ സാർ ഇത് sp2 അല്ലേ എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയല്ല, നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയുമ്പോൾ നമ്പർ ഓഫ് സിഗ്മ ബോണ്ടും നമ്പർ ഓഫ് ലോൺ പെയറും ആഡ് ചെയ്യണം. ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? 1. എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 3. അങ്ങനെയാണ് 4. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണിത്. sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലും അതിൻ്റെ ജോമെട്രി എന്താണ്? ട്രയഗണൽ പിരമിഡലാണ്, ഓർത്ത് വെച്ചോളൂ. എൻട്രൻസ് എക്സാമിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഹേബർ പ്രോസസ്സ്. എന്താണ് ഹേബർ പ്രോസസ്സ്? അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ +1 പഠിക്കുന്നതാണ്, എങ്കിലും ചുമ്മാ ഒന്ന് പറഞ്ഞു പോകാം. N2+3H2 ഇതാണ് ഹേബർ പ്രോസസ്സ്. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്, മാത്രമല്ല എക്സോതെർമിക് റിയാക്ഷനാണ്. നൈട്രജനും ഹൈഡ്രജനും കൂടെ ചേർന്നാൽ അമോണിയ കിട്ടുന്നതിനോടൊപ്പം എന്തുകൂടെ കിട്ടുന്നുണ്ട്? ഹീറ്റ് കൂടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് ലേ ഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? ലേ ഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളിവിടെ 3 കാര്യം ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്?
കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഏതിൻ്റെയൊക്കെ കോൺസെൻട്രേഷനിൽ എന്തൊക്കെ മാറ്റം വരുത്താം? ഈ സിസ്റ്റത്തിൽ നിന്ന് നൈട്രജനും ഹൈഡ്രജനെയും എമൗണ്ട് കൂട്ടിയാൽ, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ കൂടുതൽ അമോണിയ നമുക്ക് കിട്ടും. സിസ്റ്റത്തിൽ നിന്ന് അമോണിയെ റിമൂവ് ചെയ്താലോ വീണ്ടും വീണ്ടും അമോണിയെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ വീണ്ടും വീണ്ടും അമോണിയ നമ്മൾക്ക് കൂടുതലായിട്ട് കിട്ടും. ഇനി ടെമ്പറേച്ചറിലും പ്രഷറിലും എന്തൊക്കെയാണ് മാറ്റം വരുത്തുന്നത്? ടെമ്പറേച്ചറിൽ എന്ത് മാറ്റം വരുത്തണം എന്നറിയണമെങ്കിൽ ഇത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നറിയണം. ഫോർവേഡ് റിയാക്ഷൻ ആണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സോതെർമിക് ആണ്. ഇവൻ ടെമ്പറേച്ചറിനെ കൂട്ടണം. അതായത് ഈ ഫോർവേഡ് റിയാക്ഷൻ ഹീറ്റ് ജനറേറ്റ് ചെയ്യിക്കുന്നു. ഇവൻ ഹീറ്റ് തരുന്നുവെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് കുറച്ചാൽ മതി. അതായത് ടെമ്പറേച്ചർ കുറച്ചാൽ മതി. അതായത് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുന്നതിനോടൊപ്പം ഹീറ്റ് കൂടെ ഉണ്ടാവുന്നില്ലേ? ഞാൻ ആ ഹീറ്റിനെ അങ്ങോട്ട് കുറച്ചു. ഞാൻ അവിടെയുള്ള ഹീറ്റിനെ അങ്ങോട്ട് മാറ്റി, ടെമ്പറേച്ചർ കുറച്ചു. സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ശ്രമിക്കും, ഹീറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കും. ഓട്ടോമാറ്റിക്കലി അവിടെ അമോണിയ ഉണ്ടാവില്ലേ? ഹീറ്റിനെ ഞാൻ മാറ്റി. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഹീറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കും. ഹീറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ അമോണിയ കൂടെ ഉണ്ടാവുന്നു എന്നാണ്. സിസ്റ്റം ഹീറ്റ് തരികയാണെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുക്കണ്ട, നമ്മൾ ഹീറ്റ് കുറയ്ക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. എത്ര കുറയ്ക്കുന്നു? 700 കെൽവിന് വരെ കുറയ്ക്കുന്നു. 700 കെൽവിന് വരെ ടെമ്പറേച്ചർ കുറയ്ക്കുക. ടെമ്പറേച്ചർ കുറച്ചിട്ട് 700 കെൽവിന് വരെ എത്തിക്കാൻ പറ്റുള്ളൂ. സാർ 373 കെൽവിനിലെ വാട്ടർ ബോയിൽ ആവുന്നുണ്ട്. വാട്ടർ ബോയിൽ ആവുന്നത് 100 ഡിഗ്രിയിലാണ്. അതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഈ 700 കെൽവിൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ടെമ്പറേച്ചർ കുറയ്ക്കുക? ഇത് ഹൈ ടെമ്പറേച്ചർ അല്ലേ എന്ന് അല്ല. ഇങ്ങനെ ആരെങ്കിലും തോന്നുകയാണെങ്കിൽ അത് തെറ്റാണ്. നൈട്രജനും ഹൈഡ്രജൻ ചേർന്ന് അമോണിയ ഉണ്ടാവുന്നതിനോടൊപ്പം ഉണ്ടാവുന്ന ഹീറ്റ് 2000, 3000, 5000 കെൽവിനാണ്. അത്രയും റേഞ്ചിലാണ് ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്, ഹീറ്റ് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് 700 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആണ്, ടെമ്പറേച്ചർ കുറയ്ക്കൽ തന്നെയാണ്. സാർ എന്നാൽ പിന്നെ ഈ 700 കെൽവിനേക്കാൾ വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ അമോണിയ കൂടുതൽ ഉണ്ടാക്കിക്കൂടെ? അതായത് 0 കെൽവിൻ വരെ അല്ലെങ്കിൽ 0 ഡിഗ്രി വരെ എത്തിച്ചിട്ട് നമ്മൾക്ക് അമോണിയ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഈ 700 കെൽവിനേക്കാൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും കൂടെ ചേർന്ന് അമോണിയ ഉണ്ടാവുന്ന ആ പ്രോസസ്സ്, ആ ഒരു റിയാക്ഷൻ വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. അമോണിയ ഉണ്ടാവും, ഓക്കെ, പക്ഷെ അമോണിയ ഉണ്ടാവാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരു മിതമായിട്ടുള്ള ടെമ്പറേച്ചർ, അതിന് അനുകൂലമായിട്ടുള്ള ടെമ്പറേച്ചർ, ഇതിനാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒപ്റ്റിമം ടെമ്പറേച്ചറാണ് 700 കെൽവിൻ. ഇനി നമുക്ക് പ്രഷറിൽ എന്ത് ചെയ്യണം? പ്രഷറിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഗ്യാസ് ആണോ എന്ന് നോക്കണം. ഒരു റിയാക്ഷനിൽ പ്രഷറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ റിയാക്ഷനിൽ ഗ്യാസ് ഉണ്ടോ നോക്കുമ്പോൾ നൈട്രജനും ഹൈഡ്രജനും അമോണിയം എല്ലാം ഗ്യാസാണ്. അപ്പോൾ പ്രഷറിന് അവിടെ എന്തോ കാര്യമായിട്ട് റോളുണ്ട്. പ്രഷർ കൂട്ടണോ പ്രഷർ കുറയ്ക്കണോ എന്ന് നമ്മൾക്കറിയാൻ വേണ്ടി നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓർത്തെടുക്കുക അല്ലെ, ഇത് നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നാണ്. റിയാക്ടൻസ് എത്ര മോൾസ് ഉണ്ട്, പ്രൊഡക്റ്റ് എത്ര മോൾസ് ഉണ്ട് എന്നാണ്. നോക്കുമ്പോൾ നൈട്രജൻ എന്ന് പറയുന്നത് 1 മോളാണ്. 1N2 അല്ലേ, 1 മോള്. H2 എത്ര ഉണ്ട്? 3. ടോട്ടലായിട്ട് എത്രയായി? 4 മോൾസ് ഓഫ് റിയാക്ടൻസ്. പ്രൊഡക്റ്റ് എത്രയുണ്ട്? 2 മോൾ അല്ലേ, 2 മോൾ. 4 മോൾസ് 2 മോൾസ് ആയിട്ട് മാറാൻ എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടണോ കുറയ്ക്കണം? 1, 2, 3, 4 4 മോൾ എങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നല്ലപോലെ പ്രഷർ കൊടുത്ത് അതിനെ എന്താക്കി മാറ്റാം? 2 മോൾസ് ആക്കി മാറ്റാം. 2 മോൾസ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ കൂടുതലായിട്ട് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നു ഹൈ പ്രഷർ, എത്ര? 200 ATM. അത്രയും പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ അമോണിയ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇനി അവിടെ നമുക്ക് കാറ്റലിസ്റ്റ് കൂടെ യൂസ് ചെയ്യാനുണ്ട്. സ്പോഞ്ചി അയൺ അല്ലെങ്കിൽ അയൺ ഓക്സൈഡ്, ഇതൊക്കെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതിൻ്റെ പ്രസൻസ് എന്നറിയാമോ? K2O ആൻഡ് Al2O3. K2Oയും Al2O3യുടെയും അവിടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ആണ്. കേട്ടിട്ടുണ്ടോ? പ്രൊമോട്ടേഴ്സ് സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാറ്റലിസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയുന്നതാണ് പ്രൊമോട്ടേഴ്സും ഇൻഹിബിറ്റേഴ്സും. ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നവയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി ചേർക്കുന്നതിനെയാണ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചേർക്കുന്ന അയൺ അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ആ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന പ്രൊമോട്ടേഴ്സ് ആണ് K2Oയും Al2O3യും. ഇത് ഓർത്ത് വെച്ചിരിക്കുക, ആ ഭാഗത്ത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ലാസ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, അപ്പോൾ നമ്മൾ ഹേബർ പ്രോസസ്സിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എക്സാമിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം, കോപ്പർ അതായത് Cu2+ എന്ന് പറയുന്നതിൽ അമോണിയ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അമോണിയ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനൊരു ഡീപ് ബ്ലൂ കളർ ഉണ്ടാവും. ഇത് +1 കൂടെ പഠിക്കുന്നതാണ്. Cu2+ൽ അത് കോപ്പറിൻ്റെ ഒരു കോമ്പൗണ്ടിൽ 2+ വരത്തക്ക രീതിയിലുള്ള ഒരു കോമ്പൗണ്ടിൽ അമോണിയ ചേർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ എന്തായിട്ട് മാറും? ഡീപ് ബ്ലൂ കളറായിട്ട് മാറും. കാരണം അവിടെ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതാണ്.
ഇതിപ്പോൾ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പേര് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് പറയാം. എന്താ ഇതിൻ്റെ പേര്? ടെട്രാ അമൈൻ കോപ്പർ 2 അയൺ അല്ലേ? ടെട്രാ അമൈൻ കോപ്പർ 2 അയൺ. ഇതിൻ്റെ കളർ എന്താണ്? ഡീപ് ബ്ലൂ കളറാണ്. ഈ ഒരു റിയാക്ഷൻ കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അമോണിയിൽ ഇത്രയേ വരുള്ളൂ. ഈ ഒരു ഭാഗം മാത്രമേ അമോണിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി നമ്മൾക്ക് നൈട്രിക് ആസിഡിലോട്ട് കടക്കാം. തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത അമോണിയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അമോണിയുടെ സ്ട്രക്ചറിൽ നമ്മൾ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടില്ലേ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അമോണിയ ഒരു ലൂയിസ് ബേസ് ആണ് എന്ന് പറയാം. എന്താണ് ലൂയിസ് ബേസ്? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവനാണ് ലൂയിസ് ബേസ്. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവൻ ലൂയിസ് ആസിഡ്. ലൂയിസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ്. അപ്പോൾ ലൂയിസ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഓർമ്മ വരേണ്ടത് ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് ആണ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് കാരണം ഉണ്ടാകുന്ന ബേസ് ആണ്. ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാലോ അവിടെ H+ൻ്റെ കാര്യമല്ല പറയുന്നത്, മറിച്ച് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഒന്ന് ഓർക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെയാണ് H+നെയാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ അവൻ ആസിഡ്, ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ അവൻ ലൂയിസ് ബേസ്. H+നെ വിട്ടുകൊടുത്താൽ ആസിഡും ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ബേസും. ഓക്കെ, അപ്പോൾ അമോണിയ ഒരു ലൂയിസ് ബേസ് ആണ് എന്നത് ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചുകൊണ്ട് പറയാം. നമ്മൾക്കിനി നൈട്രിക് ആസിഡ് ഡിസ്കസ് ചെയ്യാം. നൈട്രിക് ആസിഡ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ്. പിന്നെ 1-2 പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, പിന്നെ ബ്രൗണ്ടറിംഗ് ടെസ്റ്റ്. ബ്രൗണ്ടറിംഗ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു മാനുഫാക്ചറിംഗ് ഓഫ് HNO3 പിന്നെ ബ്രൗണ്ടറിംഗ് ടെസ്റ്റുമാണ് എക്സാമിന് വരാൻ സാധ്യത വളരെ കൂടുതൽ. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO3 ആണ്. അതിൻ്റെ മാനുഫാക്ചറിംഗ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റ്വാൾ പ്രോസസ്സാണ്. ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് അമോണിയക്കാണ്. ഓസ്റ്റ്വാൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് നൈട്രിക് ആസിഡിനാണ്. ഇനി സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്, കോൺടാക്ട് പ്രോസസ്സ്. അപ്പോൾ ഈ നെയിംസ് ഒക്കെ നല്ലപോലെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നൈട്രിക് ആസിഡ് എന്താണ്? ഓസ്റ്റ്വാൾ പ്രോസസ്സ് ആണ്. ഇത് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഒറ്റ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നതല്ല, 3 സ്റ്റെപ്പിൽ നടക്കുന്നതാണ്. അമോണിയ ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്നതാണ്. ഹൈഡ്രജൻ ഹൈഡ്രജൻ കൂടെ ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. ലേശാറ്റിലെ പ്രിൻസിപ്പിൾ പ്രകാരം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 3 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അമോണിയയും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യുന്നു. കാറ്റലിസ്റ്റിന്റെ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു? അമോണിയ ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് 4NO + 6H2. 4NO + 6H2 ആണ് കിട്ടുന്നത്. ഇനി ആ NOയിൽ വീണ്ടും ഓക്സിജൻ ചേർക്കുക. അപ്പം നമ്മൾക്ക് കിട്ടുന്നത് 2NO2 ആണ്. ആദ്യം കിട്ടിയ NOയിൽ വീണ്ടും ഓക്സിജൻ ചേർത്താൽ എന്താണ്? 2NO2. ആ NO2ൽ പിന്നെ എന്ത് ചെയ്യുക? വാട്ടർ ചേർക്കുക. അപ്പം നമ്മൾക്ക് കിട്ടുന്നത് 2HNO3 + NO. ഇപ്പോഴത്തെ സ്റ്റെപ്പിൽ കിട്ടിയിരിക്കുന്ന NO നമ്മൾക്ക് വീണ്ടും ഓക്സിജൻ ചേർത്ത് അടുത്തതിനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഓരോ സമയത്ത് നമുക്ക് ഓരോ NO ബാക്കി വരും. അതിനെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്റ്റെപ്പ് തൊട്ട് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും വലിയ മാറ്റർ അല്ല. ഇതെങ്ങനെ പഠിക്കാമെന്നറിയാവോ? ഇപ്പം നമ്മൾ അമോണിയ പഠിച്ചു കഴിഞ്ഞില്ലേ? അമോണിയ ഫസ്റ്റ് നമ്മൾ പഠിച്ചു. ആദ്യം പഠിച്ച അമോണിയയിൽ കുറച്ച് ഓക്സിജൻ ചേർക്കുക. അപ്പോൾ എന്ത് കിട്ടി? NO. ആ NOയിൽ വീണ്ടും ഓക്സിജൻ ചേർക്കുക. അപ്പോൾ എന്ത് കിട്ടി? NO2. ആ NO2ൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കുക. എന്ത് കിട്ടി? ഇപ്പോൾ പഠിക്കുന്ന HNO3. അത്രയേ ഉള്ളൂ. ആദ്യം പഠിക്കുന്ന അമോണിയയിൽ ഓക്സിജൻ ചേർക്കുക, NO കിട്ടും. ആ NOയിൽ വീണ്ടും ഓക്സിജൻ ചേർക്കുക, NO2 കിട്ടും. NO2ൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കുക. ഇപ്പോൾ പഠിക്കുന്ന HNO3 കിട്ടും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ ഭീകര കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പഠിക്കേണ്ടതെന്ന് വിചാരിക്കരുത്. ഏതൊരു കാര്യത്തെയും വളരെ സിമ്പിളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യവും ഈസിയായിട്ട് പഠിച്ചെടുക്കാം. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. കളർലെസ് ലിക്വിഡാണ്. നമുക്കറിയാം, ഇത് ലാബിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നൈട്രിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് കളറില്ല, കളർലെസ് ലിക്വിഡാണ്. ഒരു പക്ഷേ ലാബിൽ വെച്ചിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് HNO3 കളർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ യെല്ലോ കളറായിരിക്കും. യെല്ലോ കളറാണ് എങ്കിൽ അത് ഇംപ്യൂർ ആയിട്ടുള്ള നൈട്രിക് ആസിഡ് എന്നാണ് അർത്ഥം. പ്യൂർ ആയിട്ടുള്ള നൈട്രിക് ആസിഡിന് കളർ ഉണ്ടായിരിക്കില്ല. ഇംപ്യൂർ ആയിട്ടുള്ള നൈട്രിക് ആസിഡിന് യെല്ലോ കളർ ആയിരിക്കും. ഈ നൈട്രിക് ആസിഡിൻ്റെ യെല്ലോ കളറിന് കാരണം ഡിസോൾവ്ഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ്. അതായത് നൈട്രജൻ്റെ ഓക്സൈഡുകൾ, അത് NO, NO2 അങ്ങനെയുള്ള ആര് വേണമെങ്കിലും ആവാം. അതെല്ലാം ഈ നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ആയാൽ അത് എന്തായിട്ട് മാറും? യെല്ലോ കളറായിട്ട് മാറും. ഓക്കെ, ഡിസോൾവ്ഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ് ആ കളറിന് കാരണം, അതായത് ഇമ്പ്യൂരിറ്റിക്ക് കാരണം. ഇനി അടുത്തതാണ് സ്ട്രോങ് ആസിഡ്. നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് HNO3 എന്താണ്? ഒരു സ്ട്രോങ് ആസിഡാണ്. H2SO4 ഒരു സ്ട്രോങ് ആസിഡാണ്. മാത്രമല്ല മറ്റൊരു പ്രോപ്പർട്ടിയാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓർഗാനിക് കോമ്പൗണ്ട് ചില ഭാഗങ്ങളിലെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഓർഗാനിക്കിൽ മാത്രമല്ല വേറെ പല ഭാഗങ്ങളിലും നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3 യൂസ് ചെയ്യുന്നത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ്. ഓർത്ത് വെച്ചോളൂ, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് കോൺസെൻട്രേറ്റഡ് HNO3. ഇനി അതിൻ്റെ സ്ട്രക്ചർ നമ്മൾക്ക് പറയാനുണ്ട്. HNO3 എങ്ങനെയാണ് നോക്കുക? നൈട്രജന് ചുറ്റും ഫാനിൻ്റെ ലീഫ് പോലെ 3 ഓക്സിജൻ. പക്ഷെ 120 ഡിഗ്രിയിലല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ആംഗിളോ ബോണ്ട് ലെങ്ത്തും അറിയുന്നില്ലെങ്കിലും വിഷയമല്ല. ഓക്കെ, അറിഞ്ഞിരുന്നാൽ എഴുതുക, അറിയില്ലെങ്കിൽ കാര്യമില്ല, കുഴപ്പമില്ല. നൈട്രജന് ചുറ്റുമായിട്ട് 3 ഓക്സിജൻ. അതിലേതെങ്കിലും ഒരു ഓക്സിജൻ അവിടെ എന്ത് വരയ്ക്കുക? ഹൈഡ്രജനെ വരയ്ക്കുക. അതാണ് സ്ട്രക്ചർ.
ഇനി അടുത്തതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. കാരണം ലാബിൽ നമുക്കിത് ചെയ്യാനുണ്ട്. എന്തിനുള്ളതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്? നൈട്രേറ്റിനുള്ളതാണ്. നിങ്ങൾക്ക് തരുന്ന സാൾട്ടിൽ നൈട്രേറ്റ് ഉണ്ട് എങ്കിൽ ആ നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അതായത് നിങ്ങൾക്ക് തരുന്നത് ചിലപ്പോൾ അമോണിയം നൈട്രേറ്റോ, ലെഡ് നൈട്രേറ്റോ, മെഗ്നീഷ്യം നൈട്രേറ്റോ, അലുമിനിയം നൈട്രേറ്റോ ആവാം. അങ്ങനെ നിങ്ങളിൽ ആർക്കെങ്കിലും നൈട്രേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൺഫേം ചെയ്യാനുള്ള കൺഫർമേറ്ററി ടെസ്റ്റാണിത്. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ വേറെ ഒന്നാണ്. അത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർത്തിട്ട് പേപ്പർ ബാൾസ് ഇട്ട് ചൂടാക്കുക, അപ്പോൾ ബ്രൗൺ ഗ്യാസ് വരും. അങ്ങനെയാണെങ്കിൽ അത് നൈട്രേറ്റ് ആണ്. എങ്കിൽ നേരെ നിങ്ങൾ പോയി ചെയ്യേണ്ടത് ആ നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. വളരെ ഈസിയാണ്. വായിച്ച് തന്നതിന് ശേഷം റിയാക്ഷനും കൂടെ പറഞ്ഞുതരാം. ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കിതൊന്ന് വായിക്കാൻ കിട്ടുന്നില്ലെങ്കിലും ഇതൊന്ന് ഓർത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമല്ല. അതെങ്ങനെ എഴുതാമെന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് FeSO4 സൊല്യൂഷൻ, അതായത് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? അക്വ സൊല്യൂഷൻ ഓഫ് നൈട്രേറ്റിൽ ആഡ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ സാൾട്ട് സൊല്യൂഷനിൽ ആഡ് ചെയ്യുന്നു. നിങ്ങളുടെ സാൾട്ടിൽ ഇപ്പോൾ നൈട്രേറ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതിനെ കൺഫേം ചെയ്യാൻ നമ്മൾ പോവാണ്. ആ നൈട്രേറ്റ് എന്ന് പറയുന്ന നൈട്രേറ്റ് ഉള്ള സാൾട്ട് സൊല്യൂഷനിൽ എന്താ സാൾട്ടും സാൾട്ട് സൊല്യൂഷൻ തമ്മിലുള്ള വ്യത്യാസം? സാൾട്ടിൽ കുറച്ച് വെള്ളം വെച്ച് സാൾട്ട് സൊല്യൂഷൻ റെഡി. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിൽ കുറച്ച് സാൾട്ട് ഇടുന്നു, അല്പം വെള്ളം ചേർക്കുന്നു, അപ്പോൾ സാൾട്ട് സൊല്യൂഷൻ റെഡി. ആ സാൾട്ട് സൊല്യൂഷനിൽ നമ്മൾ FeSO4 സൊല്യൂഷനും കൂടെ ചേർക്കാം. അപ്പോൾ നമുക്കിപ്പോൾ മൊത്തത്തിലൊരു സൊല്യൂഷൻ കിട്ടിയില്ലേ? അത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ചെയ്യുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കണം. എഴുതുന്നതിലല്ല, ഈ നൈട്രേറ്റിനെ കൺഫർമേറ്ററി ചെയ്യുന്നതിലാണ് സാമർത്ഥ്യം കാണിക്കേണ്ടത്. എങ്ങനെ? അതിനുശേഷം കോൺസെൻട്രേറ്റഡ് H2SO4 ഇസ് ദെൻ ആഡഡ് കെയർഫുള്ളി അലോങ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ഇതിലിപ്പോൾ FeSO4ഉം സാൾട്ട് സൊല്യൂഷൻ ഉണ്ട്, നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി അതിനുശേഷം കോൺസെൻട്രേറ്റഡ് H2SO4 ഇതിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു വിടാം. ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ, അല്ലാതെ ഇങ്ങനെ നിർത്തി വെച്ച് ഇങ്ങനെ ഒഴിക്കരുത്. ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒഴിച്ചാൽ ഇത് നേരെ ഈ ലിക്വിഡിനകത്തോട്ട് പോയി, ഈ സൊല്യൂഷൻ അകത്തോട്ട് പോയി കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബ്രൗൺ കളർ റിങ് ഫോം ചെയ്യും. ഈ രണ്ട് സൊല്യൂഷനെയും സെപ്പറേറ്റ് ചെയ്ത് ഇടയിലായിട്ട് ഒരു ബ്രൗൺ കളർ റിങ് ഫോം ചെയ്യും. ആ ബ്രൗൺ റിങ് അതിനെയാണ് നമ്മൾ ബ്രൗൺ റിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബ്രൗൺ കളറിന് കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇത് ഈസിയായിട്ട് ഓർത്ത് വയ്ക്കാനുള്ള വഴിയും പറഞ്ഞു തരാം. ബ്രൗൺ റിങ് ടെസ്റ്റിൽ നമ്മൾ എടുക്കുക, ഈ റിയാക്ഷൻ നോക്കിക്കേ. NO3-, അതായത് നമ്മുടെ സാൾട്ട്, ഇതിനെയാണ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. നൈട്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു സാൾട്ട്. അതിനുശേഷം Fe2+, 3Fe2+ എന്ന് പറഞ്ഞാൽ Fe2+ എന്ന് പറഞ്ഞാൽ FeSO4 ആണ്. Fe2+ എന്ന് പറഞ്ഞാൽ FeSO4 ആണ്. അപ്പോൾ സാൾട്ടായി, FeSO4 ആയി. അതിനുശേഷം 4H+, H+ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ FeSO4 പിന്നെ കോൺസെൻട്രേറ്റഡ് H2SO4. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ അതിനകത്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിനുശേഷമുള്ളത് ഈസി ആയിട്ട് കിട്ടും. എങ്ങനെ നോക്കൂ, NO എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, പിന്നെ Fe3+ എന്തായിട്ട് മാറി, Fe2+ എന്തായിട്ട് മാറി, Fe3+ ആയിട്ട് മാറി. പിന്നെ കുറച്ച് വാട്ടറും കൂടെ ഉണ്ടായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം, NOയും അവിടെ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് വാട്ടറും കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ NOയും വാട്ടറും എല്ലാം കൂടെ ഈ Fe2+ന് ചുറ്റുമായിട്ട് അലൈൻ ചെയ്ത് അവിടെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യണം. Feക്ക് ചുറ്റുമായിട്ട് 6 വാട്ടർ മോളിക്യൂൾ ചേർന്ന് നിൽക്കുന്നു. ഇങ്ങനെ Fe2+ന് ചുറ്റുമായിട്ട് 6 വാട്ടർ മോളിക്യൂൾ നിൽക്കുന്ന ഈ കോമ്പൗണ്ടിന് എന്ത് പേരാണ് പറയുക? ഹെക്സാ അക്വ അയൺ 2 അയൺ അല്ലേ? ഹെക്സാ അക്വ അയൺ 2 അയൺ. ഇതിനകത്തോട്ട് NOയും കൂടെ വരും. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് 6 വാട്ടർ മോളിക്യൂളാണ്. ഞാനിപ്പോൾ Fe2+ ആണെന്ന് വിചാരിക്കൂ. ഈ Fe2+ന് ചുറ്റുമായിട്ട് 6 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ കയ്യിലുള്ള ഒരു വാട്ടർ മോളിക്യൂളിനെ കളഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഒരു NOനെ വലിച്ചെടുക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്തുള്ള 6 വാട്ടർ മോളിക്യൂൾ, ഒരു വാട്ടർ മോളിക്യൂൾ വെളിയിലോട്ട് പോയി, പകരം ഒരു NO അതിനകത്തോട്ട് കയറി. അപ്പോൾ എൻ്റെ കളറ് ബ്രൗൺ കളറായി മാറി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ നൈട്രേറ്റ് എടുക്കുന്നു, FeSO4 ചേർക്കുന്നു, അതിനകത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നു. Feക്ക് ചുറ്റുമായിട്ട് 6 വാട്ടർ മോളിക്യൂൾ വന്ന് നിൽക്കും. Fe2+ന് ചുറ്റുമായിട്ട് 6 വാട്ടർ മോളിക്യൂൾ വന്ന് നിൽക്കും. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യും? ഒരു വാട്ടർ മോളിക്യൂളിന് അങ്ങോട്ട് കളഞ്ഞ് പകരം ഒരു NOനെ അങ്ങ് വാങ്ങി വെച്ചു. ഇപ്പം എൻ്റെ കളർ ബ്രൗൺ കളറായിട്ട് മാറി. അതാണ് ഈ ബ്രൗൺ കളറിന് കാരണം. അപ്പോൾ ബ്രൗൺ കളറിന് കാരണമായിട്ടുള്ള ഈ കോർഡിനേറ്റ് ബോണ്ട് മീൻസ് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതാനും കൂടെ അറിഞ്ഞിരിക്കണം. ഇതിൽ തെറ്റായിട്ട് വരാൻ സാധ്യത എങ്ങനെയെന്ന് അറിയാമോ? ഇപ്പോൾ നമുക്ക് നൈട്രേറ്റ് സൊല്യൂഷൻ എന്ന് മനസ്സിലായി, അതിനകത്ത് FeSO4 ഒഴിക്കുന്നത് മനസ്സിലായി. ടെൻഷൻ കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരുപക്ഷെ ഇതിനകത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണോ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണോ, അല്ല കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, ഇപ്പോൾ ഏതാ ഒഴിക്കുക എന്ന കാര്യം മനസ്സിലായി എന്ന് വരില്ല. അത് ഓർത്ത് വയ്ക്കാനുള്ള വഴിയാണ് നമ്മൾ ഈ സാൾട്ട് സൊല്യൂഷനകത്തോട്ട് ചേർക്കുന്നത് ആരാ? FeSO4. അപ്പോൾ ചേർക്കേണ്ട ആസിഡ് H2SO4 കിട്ടിയോ?
FeSO4 ചേർക്കുക, H2SO4 ചേർക്കുക. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആണ് എന്ന കാര്യം ഓർത്തെടുക്കാം. അപ്പോൾ ബ്രൗൺ റിംഗ് ടെസ്റ്റും ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, പറ്റുമെങ്കിൽ അതിൻ്റെ ബോണ്ട് ലെങ്ത്തും ബോണ്ട് ആംഗിളും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി നമ്മൾക്ക് അടുത്ത കോമ്പൗണ്ടിലോട്ട് കിടക്കാം. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ്, അതിൻ്റെ 1-2 പ്രോപ്പർട്ടീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾക്ക് ആദ്യം സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് എന്താണെന്ന് നോക്കാം. സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിനെ പറയുന്നതാണ്, അഥവാ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനെ പറയുന്നതാണ് കോൺടാക്ട് പ്രോസസ്. അപ്പോൾ 3 കാര്യങ്ങളായി. അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനെ പറയുന്നതാണ് ഹേബർ പ്രോസസ്, നൈട്രിക് ആസിഡിൻ്റെ പറയുന്നതാണ് ഓസ്റ്റ്വാൾ പ്രോസസ്, അതിനുശേഷം സൾഫ്യൂരിക് ആസിഡിൻ്റെ പറയുന്നതാണ് കോൺടാക്ട് പ്രോസസ്. തൊട്ട് മുന്നേ ഓസ്റ്റ്വാൾ പ്രോസസ്സിൽ 3 സ്റ്റെപ്പ് പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് സൾഫ്യൂരിക് ആസിഡിലും. അതിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, നൈട്രിക് ആസിഡ് ഉണ്ടാക്കണം. HNO3 ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് ആദ്യം NO ഉണ്ടാക്കി, NO2 ഉണ്ടാക്കി, അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് HNO3 ആക്കി. അതുപോലെ തന്നെയാണ് ഇവിടെയും. ആദ്യം നമുക്ക് H2SO4 ആണ് ഉണ്ടാവേണ്ടത്. ആദ്യം നമ്മൾ SO2 ഉണ്ടാക്കും, പിന്നെ SO3 ഉണ്ടാക്കും, പിന്നെ അതിനുശേഷം എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. SO2 ഫസ്റ്റ് നമ്മൾ ചേർന്നത് SO2 കൂടെ ചേർന്നു, സൾഫറും ഓക്സിജനും ചേർന്ന് ആദ്യം എന്തുണ്ടാക്കുന്നു, SO2 ഉണ്ടാക്കുന്നു. ആ SO2ൽ വീണ്ടും നമ്മൾ ഓക്സിജൻ ചേർത്തിട്ട് SO3 ഉണ്ടാക്കുന്നു, 2SO3. ഇത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. SO2 എന്ന് പറയുന്നത് വീണ്ടും ഓക്സിജൻ ചേർക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അത് SO3 ആയിട്ട് മാറി തിരിച്ച് ആ SO3കളെല്ലാം എന്തായിട്ട് മാറും, SO2 ഓക്സിജനായിട്ട് മാറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് എങ്കിൽ നമ്മളിവിടെ ലേ ഷാർട്ട്ലി പ്രിൻസിപ്പിൾ പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, നമ്മൾ SO2ൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം, O2ൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം, SO3 സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. മാത്രമല്ല ഫോർവേഡ് റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട്, അതായത് റിയാക്ഷൻ്റെ ഫലമായിട്ട് അവൻ ഹീറ്റിനെ തരുന്നു, അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് കുറയ്ക്കുക, അഥവാ ടെമ്പറേച്ചർ കുറയ്ക്കുക. ലോ ടെമ്പറേച്ചർ ആയിരിക്കണം, 700 കെൽവിൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓരോ ടെക്സ്റ്റും റെഫർ ചെയ്യുമ്പോൾ ഓരോ ടെമ്പറേച്ചർ റേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലോ ടെമ്പറേച്ചർ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി പ്രഷർ എങ്ങനെയാണ്, 2SO2 + O2 = 2SO3 ആണ് അല്ലേ. ഇവിടെ 2 SO2 1 O2, ടോട്ടലായിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് എത്രയാണ്, 3 ആണ്. 2 + 1 3 ആണ്. ഇവിടെയോ 2 ആണ്. അപ്പോൾ 3 മോള് 2 മോൾ ആവണം. 1 2 3 3 മോള് എന്തായിട്ട് മാറണം, 2 മോളായിട്ട് മാറണം. അപ്പോൾ നമ്മൾ പ്രഷർ നല്ലപോലെ കൊടുക്കണം. പ്രഷർ നമ്മൾ നല്ലപോലെ കൊടുക്കുന്നത് ഇവിടെ 2 atm പ്രഷറാണ് കൊടുക്കുന്നത്. അറിഞ്ഞിരുന്നില്ലെങ്കിലും ഹൈ പ്രഷർ എന്ന് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇവിടുത്തെ കാറ്റലിസ്റ്റ് വനേഡിയം പെൻഡോക്സൈഡ് ആണ്, V2O5. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് SO3 ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ SO3യിൽ വാട്ടർ ചേർത്താൽ എന്താ ഉണ്ടാവുക, തൊട്ട് മുന്നേ നമ്മൾ അങ്ങനെയല്ലേ ചേർത്തത്, NO2 ഉണ്ടാക്കിയിട്ട് അതിൽ എന്ത് ചേർത്തു, വാട്ടർ ചേർത്തപ്പോൾ നമുക്ക് HNO3 കിട്ടി. ഇപ്പോൾ ഇതിൽ വാട്ടർ ചേർത്താൽ എന്താ ഉണ്ടാവുക, H2SO4 അല്ലേ, H2SO4. ഇത് നമ്മൾ വാട്ടർ ചേർത്താൽ കിട്ടുന്നത് H2SO4. ഇങ്ങനെയല്ല സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കേണ്ടത്. ഈ 3ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ SO3യിൽ നമ്മൾ വാട്ടർ ചേർത്താൽ, ഇപ്പോൾ SO3 ഒരുപാട് ഉണ്ടാക്കി വെച്ചിരിക്കണം, അതിനകത്തോട്ട് വാട്ടർ ചേർത്താൽ ഉണ്ടാവുന്ന കാര്യം, ഈ വാട്ടറും SO3യും കൂടെ ചേർന്ന് നല്ലൊരു ഫ്യൂംസ്, വൈറ്റ് കളർ ഫ്യൂംസ് ഉണ്ടാവും, നല്ലപോലെ പുകയുണ്ടാവും. ആ പുകയെന്ന് പറഞ്ഞാൽ H2SO4ൻ്റെ ഫ്യൂംസ് ആണ്. അതല്ലല്ലോ നമ്മൾക്ക് വേണ്ടത്. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ അല്ലേ. ഈ SO2 O2 ചേർന്ന റിവേഴ്സിബിൾ റിയാക്ഷൻ കഷ്ടപ്പെട്ട് ടെമ്പറേച്ചർ കുറച്ച് പ്രഷർ കൂട്ടി കാറ്റലിസ്റ്റൊക്കെ യൂസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ SO3യിൽ കുറച്ച് വെള്ളം കോരി ഒഴിച്ചാൽ എന്താ സംഭവിക്കുക, എല്ലാം കൂടെ പുകഞ്ഞു പോകും, ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യിക്കും. അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ വിചാരിച്ച പോലെ H2SO4 കിട്ടില്ല, ഇതെല്ലാം വൈറ്റ് ഫ്യൂംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വാട്ടർ അല്ല ചേർക്കേണ്ടത്. ഇപ്പോൾ 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ SO3യിൽ വാട്ടറിന് പകരം ചേർക്കേണ്ടത് വേറെ ഏതെങ്കിലും വഴി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന H2SO4 ആണ്. ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ചെറിയ മെത്തേഡ് വഴി ഉണ്ടാക്കി എടുത്തിരിക്കുന്ന H2SO4 വേണം ഇവരിൽ ആഡ് ചെയ്യാൻ. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്, H2S2O7. H2S2O7 ഇവനെ പറയുന്ന പേരാണ് ഒലിയം. അപ്പോൾ SO3യിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഒലിയം കിട്ടും. ഈ ഒലിയത്തിൽ 3ാമത്തെ സ്റ്റെപ്പിൽ തന്നെയാണ് H2S2O7 എന്ന് പറയുന്ന ഈ ഒലിയത്തിൽ നമ്മൾ എന്ത് ചേർക്കുന്നു, വാട്ടർ ചേർക്കുന്നു. ഈ ഒലിയത്തിൽ വാട്ടർ ചേർത്താൽ നമുക്ക് വേണ്ട അളവിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാം. ഇതിൽ വാട്ടർ ചേർത്താൽ ഉണ്ടാവുന്നത് 2H2SO4 ആണ്. മനസ്സിലായോ? ഇപ്പോൾ പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഡൗട്ട് എന്താണെന്ന് വരാം, സാറേ ഈ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് അല്ലേ,
നമ്മൾ ഇത്രയും റിയാക്ഷൻസ് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുള്ളൂ. ഈ 4ാമത്തെ സ്റ്റെപ്പിലല്ലേ നമ്മൾക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നുള്ളൂ. പിന്നെ എങ്ങനെ സാറ് 3ാമത്തെ സ്റ്റെപ്പിലെ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചേ? ഈ 3ാമത്തെ സ്റ്റെപ്പിൽ ഒഴിക്കാൻ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ സൾഫ്യൂരിക് ആസിഡ് ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ എന്നതൊക്കെ ആയിരിക്കാം. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പലർക്കും വന്നിരിക്കുന്ന ഡൗട്ട് തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുന്നതിന് മുന്നേ ഇവിടെ എങ്ങനെ സാർ സൾഫ്യൂരിക് ആസിഡ് വന്നേ എന്നതാണ് അല്ലേ? ആ ഡൗട്ടിനുള്ള ആൻസർ നമുക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്ക് മോരുണ്ടാക്കണമെന്ന് വിചാരിക്കുക. മോരുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് മോര് വാങ്ങുന്നു അല്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് പാലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? മോരുണ്ടാക്കണം. ആ മോരുണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് മോര് വാങ്ങിയിട്ട് വരും. എങ്ങനെ? ചെറിയ അളവ് ഒരു മോര് വാങ്ങിയിട്ട് വരുന്നു. ഒരു ഗ്ലാസ്സിലും പകുതി മോര് വാങ്ങിയിട്ട് വരുന്നു. ആ മോര് മാറും അല്ലേ? ഒരു വലിയൊരു പാത്രത്തിൽ പാലുണ്ട്. പാല് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾക്ക് മോരുണ്ടാക്കണം. നമ്മൾ എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി അല്പം മോര് വാങ്ങിയിട്ട് വരുന്നു. ആ മോര് വാങ്ങിയിട്ട് വന്ന് ഈ പാത്രത്തിലുള്ള പാലിൽ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ പാല് മുഴുവനായിട്ട് മോരായിട്ട് മാറും അല്ലേ? ഇനി നമ്മൾക്ക് എങ്ങനെയെങ്കിലും മോരുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വീണ്ടും പാലിൽ മോരൊഴിച്ചാൽ മതി. ഏത് മോരൊഴിച്ചാൽ മതി? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോരൊഴിച്ചാൽ മതി. ഓരോ തവണയും നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മോര് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ വലിയ അളവിൽ മോരുണ്ടാക്കി വെച്ചിരിക്കുക. ഈ മോര് വീണ്ടും വീണ്ടും ഒഴിച്ച് നമ്മൾക്ക് ആ പാലിനെ വീണ്ടും വീണ്ടും എന്താക്കി മാറ്റാം? മോരാക്കി മാറ്റാം. നമ്മൾ ഓരോ സമയത്തും തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മോര് വാങ്ങിയിട്ട് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾക്കിനി സൾഫ്യൂരിക് ആസിഡിൻ്റെ മറ്റു പ്രോപ്പർട്ടീസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ കാര്യം പറയുന്നത് കളർലെസ് ഓയിലി ലിക്വിഡാണ്. അവിടെ കളർലെസ് ലിക്വിഡ് മാത്രമെന്ന് പറയുന്നത് ഇതൊരു ഓയിലി ആയിരിക്കും, കുറച്ചും കൂടെ ഡെൻസിറ്റി കൂടിയതുള്ളതായിരിക്കും. കളർലെസ് ഓയിലി ലിക്വിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഡിസോൾവ്സ് ഇൻ വാട്ടർ വിത്ത് എവല്യൂഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം. കാരണം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യിക്കും. നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. സാൾട്ട് സൊല്യൂഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ സാൾട്ട് എടുത്തിട്ടോ അതിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്താൽ ഈ ഭാഗത്ത് ഭയങ്കര ചൂടായിരിക്കും. അത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? H2SO4-നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം, ആസിഡ് എടുത്തിരിക്കുകയാണ്. ആസിഡിലോട്ട് വാട്ടർ ചേർത്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ചിലപ്പോൾ ആ ടെസ്റ്റ് ട്യൂബോ അല്ലെങ്കിൽ ആ പാത്രമോ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ആസിഡിലോട്ട് വാട്ടർ അല്ല, മറിച്ച് വാട്ടറിലോട്ടാണ് ആസിഡ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യുക? ആ വാട്ടറിനകത്തോട്ട് വേണം നിങ്ങൾ എന്ത് ചേർക്കാൻ? ആസിഡ് ചേർക്കാൻ. നേരെ തിരിച്ച് ചെയ്താൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? ഇപ്പോൾ ഒരു പാത്രത്തിൽ ആസിഡ് ഉണ്ട്. നിങ്ങൾ അതിലോട്ട് വാട്ടർ ചേർക്കുകയാണെങ്കിൽ 1 ലിറ്റർ വാട്ടർ ചേർത്താൽ പോലും ചേർക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് വാട്ടറല്ലേ അവിടെ പെടുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ആ ഭാഗത്തുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. ഇനീഷ്യലി സൾഫ്യൂരിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. പതുക്കെയല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വാട്ടറിൻ്റെ അളവ് കുറവാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ മേലായി കഴിഞ്ഞാൽ പൊള്ളാനും ചാൻസ് ഉണ്ട്. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച്, വാട്ടർ വെച്ചിരിക്കുന്നു, അതേ 1 ലിറ്റർ വാട്ടറാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നതെങ്കിൽ ഇനീഷ്യലി വാട്ടർ അല്ലേ അവിടെ കൂടുതൽ. നമ്മൾ പതുക്കെ H2SO4 ചേർക്കുമ്പോൾ H2SO4-ൻ്റെ എമൗണ്ട് പതുക്കെ കൂടി വരുന്നുള്ളൂ. ആദ്യം H2SO4-ൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. വാട്ടർ ഉള്ളത് കൊണ്ട് നമുക്കത് സേഫാണ്. പറഞ്ഞു വന്ന കാര്യം, ആസിഡിലല്ല വാട്ടർ ചേർക്കേണ്ടത്, വാട്ടറിലാണ് ആസിഡ് ചേർക്കേണ്ടത്. എപ്പോൾ? ഡൈല്യൂഷൻ സമയത്ത്. അടുത്ത പോയിന്റ്, ലോ വോളറ്റൈലിറ്റി. ലോ വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് വേപ്പറായിട്ട് മാറുന്നില്ല എന്ന്. സ്ട്രോങ് ആസിഡിക് ക്യാരക്ടർ നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ പോലും ഒരു മോഡറേറ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നൊരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോമ്പൗണ്ടിനകത്ത് ഹൈഡ്രജനോ ഓക്സിജനോ ഉണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്താൽ ഈ H2SO4 എന്ത് ചെയ്യുന്നറിയാവോ? ആ കോമ്പൗണ്ടിനകത്തുള്ള 2 ഹൈഡ്രജനെയും ഓരോ ഓക്സിജനും കൂടെ വലിച്ചെടുക്കും. ഈ ഓരോ ഹൈഡ്രജനും ഓരോ ഓക്സിജനും ഓരോ ഭാഗത്തായിരിക്കും. എന്നിരുന്നാലും പ്രശ്നമില്ല. ഇതിനകത്തുനിന്നുള്ള 2 ഹൈഡ്രജനെ വലിച്ചെടുക്കുന്നു, ഒരു ഓക്സിജനെ വലിച്ചെടുക്കുന്നു. അങ്ങനെ വാട്ടർ മോളിക്യൂളിനെ തെരഞ്ഞ് പിടിച്ച് വലിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ കോൺസെൻട്രേറ്റഡ് H2SO4-നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. C12H22O11 എന്ന് പറയുന്ന സൂക്രോസിൽ അഥവാ ഷുഗറിൽ ഞാൻ കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്താൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ഇതിനകത്ത് 11 ഓക്സിജനും 22 ഹൈഡ്രജനും ഉണ്ട്. ഒരു വാട്ടർ മോളിക്യൂളിന് 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് വേണ്ടത്.
ഇതിനകത്തോട്ട് 11 ഓക്സിജൻ ഉണ്ട് എങ്കിൽ 11 ഓക്സിജൻ്റെ ഡബിൾ ഹൈഡ്രജൻ വേണം, ഉണ്ട് അല്ലേ? 11 ഓക്സിജന് 22 ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ഇത്രയും വാട്ടർ മോളിക്യൂളിനെ ആര് വലിച്ചെടുക്കും? ഈ H2SO4 വലിച്ചെടുക്കും. ഇതിനകത്ത് ഇവൻ വാട്ടർ മോളിക്യൂൾ ആയിട്ടല്ല നിൽക്കുന്നത്. ഈ 11 ഓക്സിജൻ എവിടെയോ കിടക്കുന്നു, 22 ഹൈഡ്രജനും എവിടെ കിടക്കുന്നു, OH H എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതാ. അതിനകത്തുള്ള ഓക്സിജൻ ഹൈഡ്രജൻ വലിച്ചെടുത്ത് എത്ര വാട്ടർ മോളിക്യൂളിനെ വലിച്ചെടുക്കും? 11 വാട്ടർ മോളിക്യൂളിനെ വലിച്ചെടുക്കുന്നു. ബാക്കി അതിനകത്ത് എന്ത് മാത്രമുണ്ട്? 12 കാർബൺ മാത്രമുണ്ട്. സംഭവം എന്താണെന്ന് അറിയോ? ഷുഗർ എടുക്കുക. ഷുഗറിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്താൽ നമുക്ക് കിട്ടുന്ന കരിയായിരിക്കും, അത്രയേ ഉള്ളൂ. ഷുഗറിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്താൽ അവിടെ ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ തോന്നും. തിളയ്ക്കുന്നതൊക്കെ എന്താ? വാട്ടറാ. അതിനകത്ത് കരിയായി കിടക്കുന്നത് എന്താ? 12 കാർബണാണ്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ. ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് നമ്മൾ ഓർഗാനിക്കിലും കൂടെ ഇത് പഠിക്കുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫോസ്ഫറസ് ഹാലൈഡ്സിലോട്ട് കിടക്കാം. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോസ്ഫറസ് ഹാലൈഡ്. ആകെ നമുക്കിവിടെ പഠിക്കാനുള്ളത് PCl3ഉം PCl5ഉം. അതിലും നമ്മൾക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ ഹൈഡ്രോളിസിസ്, അതിൻ്റെ സ്ട്രക്ചർ. കഴിഞ്ഞു. ഇതിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് ഇനി ഇത് ഒരിക്കലും മറക്കില്ല. നമുക്ക് PCl5നെയും PCl3നെയും കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഒരുമിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് PCl3ലോട്ട് കിടക്കാം. PCl3 എന്ന് പറഞ്ഞാൽ കളർലെസ് ഓയിലി ലിക്വിഡാണ്. സൾഫ്യൂരിക് ആസിഡിനെ പോലെ കളർലെസ് ഓയിലി ലിക്വിഡാണ്. പക്ഷേ PCl5 എന്ന് പറഞ്ഞാൽ സോളിഡാണ്. അതൊരു യെല്ലോയിഷ് വൈറ്റ് പൗഡറാണ്. അത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ, PCl3 ആണെങ്കിലും PCl5 ആണെങ്കിലും ഫോസ്ഫറസും ക്ലോറിനും തന്നെ ചേരണ്ടേ? P4, ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ P4 അത് എക്സിസ്റ്റ് ചെയ്യുന്നത് P4 ആയിട്ടാണ്. അതായത് ഡയാറ്റോമിക് മോളിക്യൂൾ ആയിട്ട് ഇവൻ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ ഫോസ്ഫറസ് 4 ആറ്റംസ് ആയിട്ടാണ് ചേരുന്നത്. P4 എന്ന് പറയുന്ന ഫോസ്ഫറസിൽ ക്ലോറിൻ ചേർത്താൽ കിട്ടുന്നത് എന്തായിരിക്കണം? നമ്മൾക്ക് PCl3 ആയിരിക്കണം. ഇവിടെ PCl5 ആയിരിക്കണം, അല്ലേ? അപ്പോൾ PCl3ഉം PCl5ഉം കിട്ടണമെങ്കിൽ എത്ര ക്ലോറിൻ വെച്ചെടുക്കേണ്ടി വരും? ഇവിടെ ഒരു ഫോസ്ഫറസിന് 3 ക്ലോറിൻ വേണം എങ്കിൽ ഇവിടെ 4 ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ എത്ര ക്ലോറിൻ വേണ്ടി വരും? 12 ക്ലോറിൻ വേണം. 12 ക്ലോറിൻ വേണമെങ്കിൽ എത്ര Cl2 വേണ്ടി വരും? 6 Cl2. അത്രയേ ഉള്ളൂ. ഫോസ്ഫറസിൻ്റെ കൂടെ ഇത്ര ക്ലോറിനാണ് ചേർക്കുന്നതെങ്കിൽ PCl3. ഇനി നമ്മൾ ഫോസ്ഫറസിൻ്റെ കൂടെ എത്ര ക്ലോറിൻ ചേർത്താൽ PCl5 കിട്ടും? ഒരു ഫോസ്ഫറസിൻ്റെ കൂടെ 5 ക്ലോറിൻ വേണം, അല്ലേ? അപ്പോൾ 4 ഫോസ്ഫറസിൻ്റെ കൂടെയോ 20 ക്ലോറിൻ വേണം. 20 ക്ലോറിൻ വേണമെങ്കിൽ ഇവിടെ എത്ര Cl2 എടുക്കേണ്ടി വരും? 10 Cl. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് PCl3ൻ്റെയും PCl5ൻ്റെയും ഹൈഡ്രോളിസിസ് ആണ്. വാട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണെന്നാണ്. രണ്ടിലും കിട്ടുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് HCl. PCl3ലും PCl5ലും നമ്മൾ വാട്ടർ ചേർക്കൽ കിട്ടുന്നത് HCl ആണ്. അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ബാക്കി കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് ഈസി ആയിട്ട് പറഞ്ഞുതരാം. PCl3ലാണ് നിങ്ങൾ വാട്ടർ ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 HCl കിട്ടും, 3 HCl കിട്ടുന്നു. ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റായി. ഇതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്. അതിൽ 3 ഹൈഡ്രജൻ പോയാൽ ബാക്കി 3 ഹൈഡ്രജൻ ഉണ്ട്, H3. ഇവിടെ എത്ര ഫോസ്ഫറസ് ഉണ്ട്? ഒരൊറ്റ ഫോസ്ഫറസ്, അല്ലേ? ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 3 ഓക്സിജനാണ്. ഇവിടെ ഓക്സിജൻ വേണ്ടി വന്നില്ല. അപ്പോൾ ആകെയുള്ള 3 ഓക്സിജൻ നേരെ ഇങ്ങോട്ട് വരും. H3PO3 ഫോസ്ഫറസ് ആസിഡ് ആണ് കിട്ടുന്നത്. അതായത് PCl3യെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഫോസ്ഫറസ് ആസിഡ് ആണ്. ഇതേപോലെ തന്നെ PCl5നെയാണെങ്കിലും PCl5നെ വാട്ടർ ചേർത്താൽ കിട്ടുന്നതും HCl ആണ്. അവിടെ ഫോസ്ഫോറിക് ആസിഡ് ആണ് കിട്ടുക. പക്ഷെ അതിന് മുന്നേ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. PCl5ൽ വാട്ടർ ചേർത്താൽ കിട്ടുന്നത് ഫോസ്ഫോറിക് ആസിഡും HClലും. ഇവിടെ ഫോസ്ഫറസ് ആസിഡും HClലും, അവിടെ ഫോസ്ഫോറിക് ആസിഡും HClലും. പക്ഷേ ഇടയ്ക്ക് മറ്റൊരാൾ ഉണ്ടാവുന്നത്, അവനെക്കുറിച്ച് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. PCl5ൽ ആദ്യം ഒരു വാട്ടർ ചേർന്നാൽ കിട്ടുന്നത് POCl3 ആണ്. POCl3 പ്ലസ് HCl ആണ് കിട്ടുന്നത്. POCl3 പ്ലസ് 2HCl ആണ് കിട്ടുന്നത്. ഓക്കെ. ഇനി ആ POCl3യിലാണ് വീണ്ടും വാട്ടർ ചേർക്കുന്നതെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് നടക്കുന്നതാണ്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആരുണ്ടാവുന്നു? POCl3 ഉണ്ടാവുന്നു. അതിൽ വീണ്ടും വാട്ടർ ചേർത്താൽ കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ്. അത് H3PO4 ആണ്. H3PO4 ആണ്. അപ്പോൾ PCl3യെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഫോസ്ഫറസ് ആസിഡും PCl5നെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഫോസ്ഫോറിക് ആസിഡും. H3PO3 H3PO4 പിന്നെ കുറച്ച് HClലും മതി. HCl അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിന് ഹൈഡ്രോളിസിസ് നടത്തിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അത് രണ്ടിൻ്റെ സ്ട്രക്ചർ, അമോണിയയുടെ സ്ട്രക്ചർ എന്താണോ അത് തന്നെയാണ് PCl3ക്കും. NH3ക്ക് എന്തായിരുന്നു അത് തന്നെ PCl3ക്കും എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് PCl5ൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ, ഫോസ്ഫറസ് ഇവിടെ ഉണ്ടായിരിക്കും. ഫോസ്ഫറസ് ഇവിടെ, 1 ക്ലോറിൻ ഇവിടെ, ബാക്കിയുള്ള 3 ക്ലോറിൻ ഇങ്ങോട്ട്, ഫാനിൻ്റെ ലീഫ് പോലെ.
ഫാനിൻ്റെ 3 ലീഫ് പോലെ ഇങ്ങനെ 3 ക്ലോറിൻ ഒരൊറ്റ പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഇനി മുകളിൽ ഒരു ക്ലോറിൻ, താഴത്തൊരു ക്ലോറിൻ, അതാണിത്. ഓക്കെ, 5 എണ്ണം ഒരേപോലുള്ള ആറ്റം വന്നാൽ ഇത് തന്നെയാണ് എപ്പോഴും സ്ട്രക്ചർ ഉണ്ടായിരിക്കുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. PCl3ക്കാണോ PCl5നാണോ സ്റ്റെബിലിറ്റി കൂടുതൽ? PCl3ക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. കാരണം PCl5ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? PCl3ന് ക്ലോറിൻ. അതായത് PCl5നെയും PCl3നെയും നിങ്ങൾ ഹീറ്റ് ചെയ്താൽ PCl5 കൂടെ എന്തായിട്ട് മാറും? PCl3 ആയിട്ട് മാറും. ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് PCl5ന് സ്റ്റെബിലിറ്റി കുറവാണ്. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ഫോസ്ഫറസ് ഹാലൈഡ് കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ്. എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്? 2 ടൈപ്പ് ഹാലജൻ കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്. സാധാരണ നമ്മൾക്ക് അറിയാവുന്നത് Cl2, F2, Br2, I2 അല്ലേ? ഇതെല്ലാം ഡയാറ്റോമിക് മോളിക്യൂളാണ്. ഈ 2 ആറ്റവും സെയിം ആണ്, രണ്ടും ഒരേ ഹാലജൻ തന്നെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, വേറെ വേറെ ഹാലജൻസ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതിനെയാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ടൈപ്പ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ് എന്നുള്ള കാര്യം ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാം. AX, A എന്ന് പറഞ്ഞാലും X എന്ന് പറഞ്ഞാലും ഹാലജൻ തന്നെയാണ്. അതിൽ AX3, AX5, AX7 അതായത് ഓഡ് നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 1, 3, 5, 7. ഒരറ്റ സെൻട്രൽ ആറ്റം ഫിക്സഡ് ആയിരിക്കും. ബാക്കി തൊട്ടപ്പുറത്തുള്ള ആറ്റത്തിന്റെ എണ്ണം നോക്കി 1, 3, 5, 7. ഈ ടൈപ്പിലുള്ള ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് മാത്രമേ ഉള്ളൂ. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമ്മൾക്ക് അറിഞ്ഞു വെച്ചിരിക്കണം. അതേ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട എനെയും എക്സിനെയും കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമ്പിൾസ് എഴുതാവുന്നതാണ്. എ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റം ആണ്, അതിന് ചുറ്റുമാണ് ബാക്കിയുള്ള എക്സുകളൊക്കെ നിൽക്കുന്നത് അല്ലേ? ആ ചുറ്റും നിൽക്കുന്ന എക്സുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ എക്സിന്റെ സൈസും വളരെ ചെറുതായിരിക്കണം. എയുടെ സൈസ് വലുതായിരിക്കണം, സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് വലുതായിരിക്കണം, ചുറ്റുമുള്ള എക്സിന്റെ ഒക്കെ സൈസ് ചെറുതായിരിക്കണം. എ എന്ന് പറഞ്ഞാൽ ലാർജർ ഹാലജൻ ആയിരിക്കണം, ബി എന്ന് പറഞ്ഞാൽ സ്മാളർ ഹാലജൻ ആയിരിക്കണം. തിരിച്ചെഴുതി വെക്കരുത് എന്ന്. എ എന്ന് പറയുന്ന ഹാലജൻ ആയിരിക്കണം വലുത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറയുന്നത് താഴത്തോട്ട് വരുമ്പോൾ സൈസ് കൂടും. അതായത് FBr3 എന്ന് ഒരിക്കലും എഴുതി വെക്കരുത് എന്ന് മനസ്സിലായോ? FBr3, എഫിന് ചുറ്റുമായിട്ട് 3 Br വന്ന് നിൽക്കില്ല. കാരണം എഫിന് സൈസ് ചെറുതാണ്, Brന് സൈസ് വലുതാണ്. അത്രയും വലിയ സൈസുള്ള Br 3 എണ്ണം ഈ ഫ്ലൂറിന് ചുറ്റുമായിട്ട് നിൽക്കില്ല. അറിയാതെ പോലും ഇങ്ങനെ എഴുതി വെക്കരുത്. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് വലുതായിരിക്കണം. ഇവിടെയുള്ള എക്സാമ്പിൾസ് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം എഴുതിയിരിക്കുന്ന ഹാലജന്റെ എല്ലാം സൈസ് വലുതാണ്. ഇവിടെ തന്നിരിക്കുന്നതിനനുസരിച്ച് ClF, BrCl, BrF, അതായത് നിങ്ങൾ ഏത് ഹാലജനെയാണോ ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് അതിന് മുകളിലുള്ള ആരെ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ഓർഡർ എങ്ങനെയാണ്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെൻട്രൽ ആറ്റമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റാത്തത് ആരാണ്? ഫ്ലൂറിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. കാരണം ഫ്ലൂറിന് സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ Clനെ വെക്കുന്നു. Cl വെച്ചാൽ കൂടെ ആരെ എഴുതാം? F എഴുതാം. കാരണം Clനേക്കാൾ കുറച്ച് ചെറുത് ആര് മാത്രമേ ഉള്ളൂ? F മാത്രമേ ഉള്ളൂ. ഇനി Brനെ സെൻട്രലിൽ ഫിക്സ് ചെയ്താൽ ചുറ്റും ആര് വരാം? ക്ലോറിൻ വരാം. Brനെ സെൻട്രലിൽ ഫിക്സ് ചെയ്താൽ അവിടെ ഫ്ലൂറിനും വരാം അല്ലേ? അയഡിനെയാണ് സെൻട്രൽ ആറ്റമായിട്ട് ഫിക്സ് ചെയ്യുന്നതെങ്കിലോ അയഡിന് ചുറ്റുമായിട്ട് Br വരാം, അയഡിന് ചുറ്റുമായിട്ട് ക്ലോറിൻ വരാം, അയഡിന് ചുറ്റുമായിട്ട് Fഉം വരാം. അപ്പോൾ IBr, ICl, IF എന്നൊക്കെ നമുക്ക് തന്നെ എഴുതാവുന്നതാണ്. പക്ഷേ താഴത്തോട്ട് വരുമ്പോൾ, അതായത് ചുറ്റുമുള്ള ആറ്റത്തിൻ്റെ എണ്ണം കൂടുതലാവുമ്പോൾ സെൻട്രലിലെ വലിയ സൈസും ചുറ്റും വളരെ ചെറിയ സൈസുള്ള ആറ്റം മാത്രമായിരിക്കണം. അതായത് Iയും Fഉം മാത്രമായിരിക്കും പോസിബിൾ. എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാനുള്ള വഴി പറഞ്ഞുതരാം. അപ്പോൾ ഈ ടൈപ്പ് ഓർത്ത് വെക്കാനുള്ള വഴിയായി എയും എക്സും തമ്മിലുള്ള ഓഡ് നമ്പർ ആണെന്നുള്ള കാര്യം ഓർമ്മയായി. ഇനി എല്ലാത്തിലെയും ഓരോ എക്സാമ്പിൾ നിങ്ങളോട് എഴുതി വെക്കാൻ പറഞ്ഞാൽ കണ്ണടച്ച് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കോമ്പിനേഷനാണ് Iയും Fഉം. IF, IF3, IF5, IF7 ഈ 4 കാര്യം നിങ്ങൾക്ക് കണ്ണടച്ച് എഴുതി വെക്കാം. ഇനി ബാക്കിയുള്ളതിൽ നോക്കുക. അതാ Clഉം Fഉം, Brഉം Fഉം, Brഉം Fഉം ഈ കോമ്പിനേഷനും കൂടെ എഴുതി വെക്കാം. ഇതിൽ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു 4-5 എക്സാമ്പിൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾക്ക് പറയാനുള്ളത് സെനോൺ ഹാലൈഡ്സ് ആണ്. അതായത് 18th ഗ്രൂപ്പ് എലമെന്റ് ആണ് സെനോൺ അല്ലേ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ. നോബിൾ ഗ്യാസ് ആണ് സെനോൺ. ആ നോബിൾ ഗ്യാസ് ആയിട്ടുള്ള സെനോണിന്റെ കൂടെ ആരുണ്ട്? ഫ്ലൂറിൻ.
സെനോണിൻ്റെ കൂടെ ഫ്ലൂറിൻ ചേർന്നാണ് സെനോൺ ഫ്ലൂറൈഡ്. ഈ സെനോൺ ഫ്ലൂറൈഡിൻ്റെ സെനോൺ ഫ്ലൂറൈഡുകളെ കുറിച്ചും അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഒന്ന് രണ്ട് സ്ട്രക്ചറും കൂടെ മാത്രമേ നമ്മൾക്കത് പഠിക്കാനുള്ളൂ. പ്രിപ്പറേഷൻ നോക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സ്ട്രക്ചറെങ്കിലും ഒന്ന് നോക്കി വെക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, ടെക്സ്റ്റിലുണ്ടായിരിക്കും. ആ ടെക്സ്റ്റിലുള്ള സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പി ബ്ലോക്കിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ വളരെ ഈസി ആയിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക്